Design a circular slab fixed at the edges and carrying a UDL of 4 kilonewton per meter square. Diameter is 6 meter. Floor finish load is 1 kilonewton per meter square. Use M20 concrete and Fe 415 steel. Okay, so question ഇതാണ്, ഒരു സർക്കുലർ സ്ലാബ് ഡിസൈൻ ചെയ്യണം. ഓക്കെ, ഏത് എൻ കണ്ടീഷൻ ആണെന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഏത് എൻ കണ്ടീഷൻ ആണ്. അപ്പൊ അവിടെ ഫിക്സ്ഡ് അറ്റ് ദ എഡ്ജസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫിക്സ്ഡ് എഡ്ജസ് ആണ്, അത് അല്ലെങ്കിൽ ഫുള്ളി റിസ്ട്രെയിൻഡ് അറ്റ് എഡ്ജസ് എന്ന് പറയാം. ഓക്കെ, അതായത് ഫിക്സ്ഡ് കണ്ടീഷൻ തന്നെയാണ്. അപ്പം ഫിക്സ്ഡിന്റെ ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് വേഗത്തിൽ ഓർമ്മ വരണം, ഫിക്സ്ഡ് ആയതുകൊണ്ട്. ആൻഡ് ക്യാരിങ് എ UDL ഓഫ് 4 kilonewton per meter square. അപ്പൊ അവിടെ വരുന്ന UDL അതായത് ലൈവ് ലോഡ് ആണ് 4 kilonewton per meter square. ഡയമീറ്റർ ആ ഒരു പർട്ടിക്കുലർ സ്ലാബിന്റെ ഇന്നർ ഡയമീറ്റർ ആണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയും. ഓക്കെ, ഇന്നർ ഡയമീറ്റർ ആണ് 6 മീറ്റർ, അതായത് ക്ലിയർ ഡയമീറ്റർ. ഓക്കെ, ഫ്ലോർ ഫിനിഷ് ലോഡ് ഈസ് 1 kilonewton per meter square. യൂസ് M20 കോൺക്രീറ്റ്, അതായത് FCK 20 Newton per mm square and FY 415 Newton per millimeter square. അപ്പം ഗിവൺ ഡാറ്റ എടുത്ത് എഴുതാം. ഡയമീറ്റർ ഓഫ് സ്ലാബ് 6 മീറ്റർ, ദാറ്റ് ഈസ് ക്ലിയർ സ്പാൻ ആണ്, അല്ലെങ്കിൽ എഫക്റ്റീവ് സ്പാൻ അല്ലെങ്കിൽ എഫക്റ്റീവ് ഡയമീറ്റർ എന്ന് എടുത്ത് മെൻഷൻ ചെയ്ത് പറയുകയാണെങ്കിൽ മാത്രമേ അത് എഫക്റ്റീവ് സ്പാൻ ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതിന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ റേഡിയസ് വരും. എന്നാൽ ഇതൊന്നും പറയാത്തത് കൊണ്ട് ക്ലിയർ സ്പാൻ ആയിട്ട് തന്നെ എടുക്കാം. ഡയമീറ്റർ ഓഫ് സ്ലാബ് 6 മീറ്റർ, ക്ലിയർ സ്പാൻ. ലൈവ് ലോഡ് 4 kilonewton per meter square. ഓക്കെ, floor finish load 1 kilonewton per meter square, FCK 20 Newton per mm square, FY 415 Newton per mm square. അപ്പം ഗിവൺ ഡാറ്റയും എടുക്കും. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം, സൊല്യൂഷനിലേക്ക് പോകാം. സ്റ്റെപ്പ് 1, ഡെപ്ത് ഓർ തിക്നെസ് ഓഫ് സ്ലാബ്. അപ്പം ഇതിന്റെ ഓവറോൾ ഡെപ്ത് ആൻഡ് എഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം നമുക്ക് L/D റേഷ്യോ 40 എന്നുള്ള രീതിയിൽ എടുക്കാം. അസ്യൂം L/D റേഷ്യോ ഈക്വൽ ടു 40. അപ്പം L എന്ന് പറയുന്നത് ക്ലിയർ സ്പാൻ ആണ് ഞാൻ എടുക്കുന്നത്. 6000 ഡിവൈഡ് ബൈ D ഈക്വൽ ടു 40. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ D നമുക്ക് കിട്ടും 150 mm കിട്ടും. അപ്പൊ എഫക്റ്റീവ് ഡെപ്ത് 150 എന്നുള്ള രീതിയിൽ എടുക്കാം. അസ്യൂം എഫക്റ്റീവ് കവർ ഈസ് ഈക്വൽ ടു 25. എഫക്റ്റീവ് കവർ 25 അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ ഡെപ്ത് D എന്ന് പറയുന്നത് 150 + 25, ദാറ്റ് ഈസ് 175 mm എന്നുള്ള രീതിയിൽ കിട്ടും. D ഈസ് ഈക്വൽ ടു 175 mm. അപ്പൊ സ്റ്റെപ്പ് 1 ഇവിടെ കംപ്ലീറ്റ് ആയി. എഫക്റ്റീവ് ഡെപ്ത് ആൻഡ് ഓവറോൾ ഡെപ്ത് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്പാൻ ആണ്. അപ്പൊ നമുക്കിവിടെ സപ്പോർട്ടിനെ കുറിച്ച് വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. സിംപ്ലി സപ്പോർട്ടിന്റെ ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ സപ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് തരാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സിൻസ് ദ തിക്നെസ് ഓഫ് സപ്പോർട്ട് ഈസ് നോട്ട് ഗിവൺ, എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, സപ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ സിംപ്ലി സപ്പോർട്ടിന്റെ കണ്ടീഷനിൽ ചെയ്യുന്ന പോലെ തന്നെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസും കൂടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് അത് തരാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എഫക്റ്റീവ് സ്പാൻ എന്നുള്ളത് ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് എന്നുള്ള രീതിയിൽ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിന്റെ തിക്നെസ് അസ്യൂം ചെയ്തിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്തിട്ട് കാണിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, രണ്ടും ശരിയാണ്. ഞാനിവിടെ ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് L ഈസ് ഈക്വൽ ടു 6 പ്ലസ്, ക്ലിയർ സ്പാൻ 6 ആണ്, എഫക്റ്റീവ് ഡെപ്ത് 150 mm, ദാറ്റ് ഈസ് 0.15 മീറ്റർ, 6.15 മീറ്റർ എന്നുള്ള രീതിയിൽ കിട്ടും എഫക്റ്റീവ് സ്പാൻ. അപ്പൊ റേഡിയസ് എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്പാനിന്റെ ഹാഫ് ആണ്, അതായത് എഫക്റ്റീവ് ഡയമീറ്ററിന്റെ ഹാഫ് ആണ്. 0.15 ഡിവൈഡ് ബൈ 6, ദാറ്റ് ഈസ് 3.075 മീറ്റർ എന്നുള്ള രീതിയിൽ കിട്ടും റേഡിയസ്. ഓക്കെ, എഫക്റ്റീവ് സ്പാൻ ആൻഡ് റേഡിയസ് നമ്മൾ ഈ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കും. സ്റ്റെപ്പ് 3 എന്ന് പറയുന്ന ലോഡ് കാൽക്കുലേഷൻ ആണ്. അപ്പൊ ലോഡ് വരുന്ന ലൈവ് ലോഡ്, ഡെഡ് ലോഡ് ആൻഡ് ഫ്ലോർ ഫിനിഷ് ലോഡ് വരുന്നുണ്ട്, ആഡ് ചെയ്യുക, ഫാക്ടർ ചെയ്യുക. അപ്പൊ ഇവിടെ ലൈവ് ലോഡ് എന്ന് പറയുന്നത് 4 kilonewton per meter square ആണ്. സർഫേസ് വെയിറ്റ് 25 into D. ഓക്കെ, ദാറ്റ് ഈസ് 25 into 0.175, ദാറ്റ് ഈസ് 4.375 kilonewton per meter square. ഓക്കെ, ഫ്ലോർ ഫിനിഷ് ലോഡ് 1 kilonewton per meter square ആണ്. ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 9.375 kilonewton per meter square. ഫാക്ടേർഡ് ലോഡ് എന്ന് പറയുമ്പോൾ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഫാക്ടേർഡ് ലോഡ് W ഈക്വൽ ടു 14.0625 kilonewton per meter square. ലോഡ് കാൽക്കുലേഷൻ കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 4 ആ ലോഡ് വെച്ചിട്ടുള്ള വെൻഡിങ് മൊമെന്റ് ലോഡും നമ്മൾ കണ്ടുപിടിച്ച റേഡിയസും എഫക്റ്റീവ് റേഡിയസും വെച്ചിട്ട് വെൻഡിങ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം, അതുപോലെ ഷിയർ ഫോഴ്സും കാൽക്കുലേറ്റ് ചെയ്യാം. സ്റ്റെപ്പ് 4 ഫാക്ടേർഡ് വെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. ഫാക്ടേർഡ് വെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ സെന്ററിലും സപ്പോർട്ടിലും ഉണ്ട്. അപ്പൊ ആദ്യം സെന്ററിൽ കണ്ടുപിടിക്കാം. അറ്റ് സെന്റർ ഓഫ് ദ സ്പാൻ MR ഈസ് ഈക്വൽ ടു M theta. MR M theta സെയിം ആണ്. അതിന്റെ ഇക്വേഷൻ ഫിക്സ്ഡ് ആൻഡ് കണ്ടീഷൻ ആവുമ്പോൾ WR²/16 ആണ്. ഓക്കെ, W 14.0625, R 3.075 അതിന്റെ സ്ക്വയർ.
ഡിവൈഡ് ബൈ 16 ചെയ്ത് കഴിഞ്ഞാൽ 8.31 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും സെന്ററിലുള്ള MRനും MCTക്കും കറസ്പോണ്ടിങ് ആയിട്ട്, അല്ലെങ്കിൽ അവിടെ സെന്ററിലുള്ള ബെൻഡിങ് മൊമെന്റ് റേഡിയൽ ഡയറക്ഷനിലും സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലും 8.31 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടും. ഇനി സപ്പോർട്ടിൽ ഇതുപോലെ തന്നെ റേഡിയൽ മൊമെന്റും സർക്കംഫറൻഷ്യൽ മൊമെന്റും ഉണ്ട്. ഫിക്സ്ഡ് ആൻഡ് കണ്ടീഷൻ ആകുമ്പോൾ സർക്കംഫറൻഷ്യൽ മൊമെന്റ് 0 ആണ് അല്ലെ. ഇപ്പൊ M∠θ = 0 ആണ്. MR എന്ന് പറയുന്നത് ഇക്വേഷൻ മൈനസ് ആണ്, നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ്. അപ്പൊ റീഇൻഫോഴ്സ്മെന്റും ടോപ്പിലാണ് വരിക. ഫിക്സ്ഡ് ആൻഡ് കണ്ടീഷനിൽ റേഡിയൽ മൊമെന്റ്, സപ്പോർട്ടിലെ റേഡിയൽ മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് ടോപ്പിലാണ്, കാരണം നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ്. ഓക്കെ, -2W r²/16 ദാറ്റ് ഈസ് -2 × 14.0625 × 3.075² ദാറ്റ് ഈസ് -16.62 കിലോ ന്യൂട്ടൺ മീറ്റർ എന്നുള്ള രീതി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സെന്റർ ഓഫ് സ്പാനും അറ്റ് സപ്പോർട്ടും ആയി. ഓക്കെ, MR M∠θ സെന്ററിൽ 8.31, സപ്പോർട്ടിൽ M∠θ 0, MR -16.62 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇനി ഷിയർ ഫോഴ്സ്, ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് VR = W × R that is 14.3.075 that is 43.24 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ചെക്ക് ഫോർ എഫക്റ്റീവ് ഡെപ്ത് ആണ്. എഫക്റ്റീവ് ഡെപ്തിൽ നമ്മൾ ചെയ്യുന്നത് MU ആൻഡ് MU ലിമിറ്റ് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പം MU ലിമിറ്റ് വരുന്നത് ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ്. MU ലിമിറ്റ് എന്ന് പറയുന്നത് 0.138 FCK/BD² ആണ്, കാരണം FY 415 ആണ്. അപ്പോൾ 0.138 FCK/BD². FE 500 ആണെങ്കിൽ 0.133 FCK/BD² ആയിരിക്കും. FE 250 ആണെങ്കിൽ 0.148 FCK/BD² ആയിരിക്കും. അപ്പോൾ MU ലിമിറ്റ് ഇവിടെ 0.138 FCK/BD² ചെയ്താൽ 0.138 × FCK20 B1000 B150 2 ദാറ്റ് ഈസ് 62.1 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. അപ്പം ഇവിടെ ആക്ച്വലി എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് മറ്റുള്ള ബെൻഡിങ് മൊമെന്റ്സ് എല്ലാം നോക്കിയാൽ ഇവിടെ 8.31 16.62 ആണ് വരുന്നത്, മാക്സിമം 16.62 ആണ്. അതിനേക്കാളും കൂടുതലാണ് 62.1 അല്ലെ. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഡെപ്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതിന് ഇവിടെ 62.1 കിലോ ന്യൂട്ടൺ മീറ്റർ വരെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഡെപ്ത് ഓക്കെയാണ്. എക്സ്റ്റേണൽ ലോഡ് കാരണം അത്രയും ബെൻഡിങ് മൊമെന്റ് ഇവിടെ വരുന്നില്ല. MR and M∠θ at support and center of span is less than MU limit, hence adopted depth is safe. അപ്പോൾ MR M∠θ MU ലിമിറ്റിനേക്കാളും കുറവായതുകൊണ്ട് സെന്ററിലും സപ്പോർട്ടിലും ഉള്ള MR M∠θ നോക്കിക്കഴിഞ്ഞാൽ MU ലിമിറ്റിനേക്കാളും കുറവാണ്, MU ലിമിറ്റ് തന്നെയാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഡെപ്ത് ഓക്കെയാണ്. hence adopted depth is safe. So we can design the section as under reinforced section. അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷൻ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആയിട്ട് ഡിസൈൻ ചെയ്യാം. ഓക്കെ, 5 സ്റ്റെപ്പ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് 6 ഡിസൈൻ ഓഫ് സ്റ്റീൽ ഫോർ MR ആൻഡ് M∠θ. അപ്പൊ MRനും M∠θയ്ക്കും കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റീൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 6. അപ്പൊ ഇത് സെന്ററിലും അതുപോലെ സപ്പോർട്ടിലും ഉള്ള ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സെന്ററിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ സെന്ററിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ്സ് എന്ന് പറയുന്നത് MR M∠θ വരുന്നുണ്ട്. റേഡിയൽ ഡയറക്ഷനിലും സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലും ബെൻഡിങ് മൊമെന്റ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഡയറക്ഷനിൽ തന്നെ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കില്ല, റേഡിയലും അതുപോലെ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലും കൊടുക്കില്ല, പകരം മെഷ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ മെഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഞാനിവിടെ 10 mm ഡയമീറ്റർ അസ്യൂം ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റ് വൺ അറ്റ് സെന്റർ MR M∠θ 8.31 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്ന മൊമെന്റ് കൺസിഡർ ചെയ്തിട്ട് ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ അസ്യൂം ഡയമീറ്റർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ടു ബി പ്രൊവൈഡഡ് ആസ് 10 mm റീഇൻഫോഴ്സ്മെന്റ് ഞാൻ അസ്യൂം ചെയ്യാണ്. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ മെഷ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. റീഇൻഫോഴ്സ്മെന്റ്സ് ആർ പ്രൊവൈഡ് ഇൻ ദ ഫോം ഓഫ് മെഷ്. അപ്പൊ എഫക്റ്റീവ് ഡെപ്ത് D ഫ്രം ദ ബോട്ടം ലെയർ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച എഫക്റ്റീവ് ഡെപ്ത് തന്നെയാണ്. ടോപ്പ് നിന്ന് ബോട്ടം ലെയർ ഓഫ് സ്റ്റീലിൽ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് 150 mm ആണ്. ടോപ്പ് ലെയറിലേക്കുള്ള D എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റിന്റെ ഡയന്റെ ഹാഫ് അല്ലെ. ബോട്ടത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ ഹാഫും ടോപ്പിലുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ ഹാഫും 150 മൈനസ് ചെയ്യണം. അപ്പൊ D ഫോർ ടോപ്പ് ലെയർ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 150 - 10/2 - 10/2. ഓക്കെ, ടോപ്പ് നിന്ന് ബോട്ടത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 150. അപ്പം ടോപ്പിലുള്ള റീഇൻഫോഴ്സ്മെന്റ് സെന്ററിലേക്ക് എത്തണമെങ്കിൽ ബോട്ടത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ഡയന്റെ ഹാഫ് മൈനസ് ചെയ്യണം, ടോപ്പിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ഡയന്റെ ഹാഫ് മൈനസ് ചെയ്യണം. നമ്മൾ രണ്ടിനും 10 mm എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്യാണ്. 150 - 10/2 - 10/2 140 mm എന്നുള്ള രീതി കിട്ടും. ആവറേജ് D എന്ന് പറയുന്നത് 150 + 140/2 ദാറ്റ് ഈസ് 145 mm എന്നുള്ളത് കിട്ടും. അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ ഇതാണ്. MU
0.87 FI AST into D into 1 minus AST FI by FCK BD. അപ്പം ഇവിടെ MU വാല്യൂ 8.31 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ്. 8.31 into 10⁶ കൊടുത്തു. 0.87 FI 415 AST അൺനോൺ ആണ്. അപ്പൊ AST എന്ന് പറഞ്ഞു തന്നെ കൊടുത്തു. D 145 ആണ്, അത് അവിടെ കൊടുത്തു. into 1 minus AST FI 415 B 1000 D 145 FCK 20. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷൻ കിട്ടും. 8.31 into 10⁶ is equal to 52352.25 AST minus 7.49 AST square. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാം. RHS ഉള്ള ടേം കൊണ്ടുവന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 7.49 പ്ലസിലാണ്, 52,352.25 മൈനസിലാവും. 8.31 into 10⁶ പ്ലസിലാണ്. ABC വാല്യൂ കാൽക്കുലേറ്ററിൽ കൊടുക്കുക. AST വാല്യൂ 162.51 mm² എന്നുള്ള കിട്ടും. അപ്പൊ ഇനി ചെക്ക് ചെയ്യണം ഈ AST മിനിമത്തിനേക്കാളും കൂടുതലാണെന്നുള്ള ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ റിക്വയർഡ് AST എന്നുള്ള മിനിമം AST എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. AST മിനിമം എന്ന് പറയുന്നത് 0.12% BD, ദാറ്റ് ഈസ് 0.12 by 100 12% ആയി ഇൻറ്റു B 1000 ഓവറോൾ ഡെപ്ത് ആണ് 175 210 mm² ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ AST മിനിമം എന്ന് പറയുന്നത് കൂടുതലാണ് അല്ലെ, AST റിക്വയർഡിനേക്കാളും കൂടുതലാണ്. അപ്പൊ മിനിമം ഇത്രയെങ്കിലും റീഇൻഫോഴ്സ്മെന്റ് ഇതിൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് AST മിനിമം നമ്മൾ കണ്ടുപിടിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഇതിൽ റിക്വയർഡ് ആയിട്ടുള്ള പ്രകാരം കൊടുത്താൽ ആ മിനിമം AST-നേക്കാളും കുറവാകും. അപ്പൊ അങ്ങനെ കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം റിക്വയർഡ് AST എന്നുള്ളത് AST മിനിമം ആയിട്ട് നമ്മൾ എടുക്കണം. ഇവിടെ AST മിനിമം ഈസ് ഗ്രേറ്റർ ദാൻ AST റിക്വയർഡ്, therefore take AST required is equal to 210 mm². അപ്പൊ 10 mm ബാർ ആയിരുന്നു നമ്മൾ അസ്യൂം ചെയ്തത്. അസ്യൂമിങ് 10 mm ഡയമീറ്റർ ബാർ. സ്പേസിംഗ് കണ്ടുപിടിക്കാം. സ്പേസിംഗ് S is equal to 1000 AS by AST, that is 1000 into pi into 10² divided by 4 by 210. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ 373.99 mm എന്നുള്ളത് കിട്ടും. റൗണ്ട് ചെയ്തിട്ട് ഞാൻ 370 mm എന്നുള്ളത് എടുക്കും. ഇനി സ്പേസിംഗ് ചെക്ക് ചെയ്യണം. ചെക്ക് ഫോർ മാക്സിമം സ്പേസിംഗ്. സ്പേസിംഗ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. 3 കണ്ടീഷൻസ് ഉണ്ട്. ഇതിൽ ഏതാണോ ചെറുത് അതിനേക്കാളും സ്പേസിംഗ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 370. രണ്ടാമത്തെ 3 into D, 3 into effective depth, that is 3 into 150 ആണ്, 450 mm ആണ് കിട്ടുന്നത്. മൂന്നാമത്തെ 300 mm. ഇതിൽ ഏറ്റവും ചെറുത് 300 ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 300 സ്പേസിംഗ് എന്നുള്ള രീതിയിൽ എടുക്കാം. Therefore, provide 10 mm diabars at 300 mm center spacing in the form of mesh. രണ്ട് ഡയറക്ഷനിൽ മെഷ് ആയിട്ട് 10 mm ബാർ പ്രൊവൈഡ് ചെയ്യാം 300 mm സ്പേസിംഗിൽ. അപ്പം സെന്ററിൽ വരുന്ന MR-Mθയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മെഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിൽ കിട്ടി. അപ്പൊ AST പ്രൊവൈഡഡ് എന്ന് പറയുമ്പോൾ 1000 AS by S, that is 1000 into pi into 10² divided by 4 divided by spacing ആണ്. AST പ്രൊവൈഡ് ചെയ്തിട്ട് സ്പേസിംഗ് നമ്മൾ 300ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ AST പ്രൊവൈഡഡ് എന്ന് പറയുന്നത് 261.79 mm² എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഡിസൈൻ ചെയ്തത് സെന്ററിൽ വരുന്ന MR-Mθയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പൊ ഇനി ബാക്കിയുള്ള സ്റ്റീൽ ഏതൊക്കെയാണ്? സപ്പോർട്ടിലെ MR and Mθ ഉണ്ട് അല്ലെ. അപ്പൊ അതിനും കൂടി കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സപ്പോർട്ടിലുള്ള ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. സെന്ററിൽ വരുന്ന ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മെഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് എത്രയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്തു. ഇനി അറ്റ് സപ്പോർട്ട് സെക്കൻഡ്. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്റ്റെപ്പില് സ്റ്റെപ്പ് നമ്പർ 6 ഫസ്റ്റ് വൺ അറ്റ് സെന്റർ ആണ്. MR-Mθ 8.31 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അടുത്ത സെക്കൻഡ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന അറ്റ് സപ്പോർട്ട് ആണ്. ഓക്കെ, അറ്റ് സപ്പോർട്ട്. ഓക്കെ, അതിൽ തന്നെ സപ്പോർട്ടിൽ 2 മൊമെന്റ്സ് ഉണ്ട്, MR and Mθ. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ AST ഫോർ നെഗറ്റീവ് റേഡിയൽ മൊമെന്റ്, അതായത് റേഡിയൽ മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റേഡിയൽ ഡയറക്ഷനിലുള്ള മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് AST എത്രയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ MU വാല്യൂ എന്ന് പറയുന്നത് 0.87 FI AST into D is equal to 1 minus AST FI by BD FCK എന്നുള്ളതാണ്. ഇവിടെ MU എന്ന് പറയുന്ന MR, that is റേഡിയൽ നെഗറ്റീവ് റേഡിയൽ മൊമെന്റ് എന്ന് പറയുന്നത് -16.62 കിലോമീറ്റർ മീറ്റർ ആണ്. ഓക്കെ, ഇനി ഇവിടെ D എന്ന് പറയുന്നത് 150 തന്നെയായിരിക്കും. കാരണം സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ടെൻഷൻ സോൺ മാറിയിട്ടുണ്ട്. അപ്പോൾ ടോപ്പിലാണ് നമ്മൾ മെയിൻ ബാസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ മുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് കറസ്പോണ്ടിങ് ആയിട്ട് എഫക്റ്റീവ് ഡെപ്ത് വരിക എന്ന് പറയുമ്പോൾ ബോട്ടത്തിൽ നിന്ന് ആ ടോപ്പിലുള്ള റീഇൻഫോഴ്സ്മെന്റ് സെന്ററിലേക്കാണ്. അപ്പൊ നോർമൽ നമ്മളെ എഫക്റ്റീവ് ഡെപ്ത് തന്നെയാണ് ഏകദേശം വരിക. നോർമൽ എഫക്റ്റീവ് ഡെപ്ത് തന്നെയാണ്. അപ്പൊ D 150 ആയിട്ട് തന്നെ നമ്മൾ എടുത്താൽ മതി. ഓക്കെ, ടോപ്പിലേക്ക് ഇപ്പം 10 mm തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എക്സാക്ട് 150 തന്നെയായിരിക്കും. അപ്പൊ ഡയമീറ്റർ മാറ്റം ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 150ക്ക് ഈക്വൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് D = 150 തന്നെ എടുക്കാം. ബോട്ടത്തിൽ നിന്ന് ടോപ്പിലുള്ള റീഇൻഫോഴ്സ്മെന്റ് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് 150 തന്നെയാണ് വരിക.
അപ്പം നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം mu എന്ന് പറയുന്നത് 16.62 into 10⁻6 equal to 0.87 F/415 D150 into 1 minus 415 F/, AST divided by B1000 D150 FTK20. സോൾവ് ചെയ്താൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാൽക്കുലേറ്ററിൽ അടിച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AST 321.15 mm² എന്നുള്ള രീതിയിൽ കിട്ടും. AST മിനിമം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി മുന്നത്തെ സ്റ്റെപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മിനിമം AST 210 mm² ആണ് കിട്ടിയത്. അപ്പൊ ഇവിടെ AST റിക്വയർഡ് ആയിട്ടുള്ള 321 ആണ്. അപ്പൊ AST റിക്വയർഡ് എന്ന് പറയുന്ന AST മിനിമത്തിനേക്കാളും കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇവിടെ റിക്വയർഡ് ആയിട്ടുള്ള AST ആയിട്ട് തന്നെ പ്രൊസീഡ് ചെയ്യാം. അതുകൊണ്ട് ഓക്കെ ആണ്. അപ്പൊ AST റിക്വയർഡ് ഈസ് ഈക്വൽ ടു 321.15 mm² ആണ്. ഇനി നമുക്ക് 10 mm ബാർ ആണ് ഞാനിവിടെ അസ്യൂം ചെയ്യുന്നത്. നിങ്ങൾ 8 എടുത്താൽ അതിനനുസരിച്ചുള്ള സ്പേസിംഗ് ആയിരിക്കും. ഞാൻ 10 എടുത്തിട്ടുള്ള സ്പേസിംഗ് ഞാൻ ഇവിടെ പറയാം. അസ്യൂമിങ് 10 mm ഡയാബാസ്, സ്പേസിംഗ് S is equal to 1000 AS/AST, ദാറ്റ് ഈസ് 1000 into AS എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള ബാറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, ദാറ്റ് ഈസ് 5 into 10² divided by 4 divided by AST, റിക്വയർഡ് ആയിട്ടുള്ള AST 321.15 ചെയ്ത് കഴിഞ്ഞപ്പോൾ 244.5 mm എന്നുള്ള കിട്ടി. ഞാനത് 240 ആയിട്ട് റൗണ്ട് ചെയ്തു, 240 mm. ഇനി സ്പേസിംഗ് ചെക്ക് ചെയ്യാം. ചെക്ക് ഫോർ മാക്സിമം സ്പേസിംഗ്. സ്പേസിംഗ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ 240, സെക്കൻഡ് വൺ 3D, ദാറ്റ് ഈസ് 450, തേർഡ് വൺ 300. ഇതിൽ ചെറുത് 240 ആണ്. therefore adopt 240 mm spacing. Provide 10 mm diabase at 240 mm center to center spacing എന്നുള്ള കിട്ടി. AST provided എന്ന് പറയുമ്പോൾ 1000 into 5 into 10² divided by 4 divided by 240, that is 327.27 mm². Okay, 1000 AS by spacing 327.25 mm² ആണ് AST provided കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് സപ്പോർട്ടില് സർക്കംഫറൻഷ്യൽ മൊമെന്റും കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ റേഡിയൽ മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്തത് സപ്പോർട്ടില്. സർക്കംഫറൻഷ്യൽ മൊമെന്റ് സെക്കൻഡ് വൺ, രണ്ടാമത്തേല് സെക്കൻഡ് പാർട്ട്, അതായത് AST ഫോർ M∠θ, സർക്കംഫറൻഷ്യൽ മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഇപ്പൊ M∠θ എന്ന് പറയുന്നത് 0 ആണ് ഇവിടെ. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഇൻ കേസ് എന്തെങ്കിലും ചെറിയൊരു രീതിയിലുള്ള മൊമെന്റ് വരുവാണെങ്കിലും റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ബാർ കൊടുക്കാം. 8 mm ഡയമീറ്ററിന്റെ ഒരു ബാർ, അതായത് ഒരു റിംഗ് ആയിട്ടാണ് നമ്മൾ സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. അത് നമ്മൾ പഠിച്ചിരുന്നു സിംപ്ലി സപ്പോർട്ടിലും അതുപോലെ തന്നെ പാർഷ്യലി റിസ്ട്രെയിനിലും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതുപോലെ ഇവിടെ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. മിനിമം ഒരു റിംഗ് 8 mm കൊടുക്കാന്നുള്ള രീതിയിലേക്ക് എത്താം. വി ക്യാൻ പ്രൊവൈഡ് മിനിമം 1 റിംഗ് ഓഫ് 8 mm ഡയാബാർ. therefore provide 1 ring of 8 mm diabar at the edge of the slab. അപ്പോൾ സ്ലാബിന്റെ എഡ്ജിലൂടെ, അതായത് സർക്കുലർ സ്ലാബിന്റെ അവിടുന്ന് ആ മിനിമം കവർ വിട്ടതിന് ശേഷം നമുക്ക് ആ എഡ്ജിലൂടെ റിംഗ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം, ഒരു ബാർ. ഓക്കെ, 8 mm. ഓക്കെ, അപ്പം എല്ലാ റീഇൻഫോഴ്സ്മെന്റും നമ്മളിപ്പം ഇവിടെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു അല്ലെ. സെന്ററിൽ വരുന്ന മെഷായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ്, അതുപോലെ തന്നെ ടോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ്, റേഡിയൽ ഡയറക്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് റേഡിയൽ മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സപ്പോർട്ടില്. അതുപോലെ സർക്കംഫറൻഷ്യൽ മൊമെന്റ് 0 ആണെങ്കിൽ കൂടി മിനിമം നമ്മൾ ഒരു റിംഗ് 8 mm ഈ ഒരു പർട്ടിക്കുലർ ഫിക്സ്ഡ് സർക്കുലർ സ്ലാബിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റെപ്പ് 7 ചെക്ക് ഫോർ ഷിയർ. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് ടോസി വാല്യൂ അല്ലെ, അതായത് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ സ്ട്രെസ്, അതിലേക്ക് വരുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ സെക്ഷനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ്സിനേക്കാളും കൂടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ആണ് കൂടുതൽ എന്നുള്ള രീതിയിൽ നമ്മൾ ഉറപ്പുവരുത്തുവാണ് അല്ലെ. അപ്പം ടോവി നമ്മൾ K into ടോസി എന്ന് പറയുന്ന വാല്യൂ ആയിട്ടും കമ്പയർ ചെയ്യും, അതുപോലെ തന്നെ ടോസി മാക്സും ആയിട്ടും കമ്പയർ ചെയ്യണം. അപ്പൊ ഇവിടെ VU എന്ന് പറയുന്നത് VU is equal to VR അല്ലെ, ദാറ്റ് ഈസ് 43.24 kN ആണ് ഇവിടെ വരുന്ന മാക്സിമം ഷിയർ ഫോഴ്സ്, ദാറ്റ് ഈസ് അറ്റ് സപ്പോർട്ട്. ഓക്കെ, ടോവി വാല്യൂ എന്ന് പറയുന്നത്, അതായത് ആ ഒരു പർട്ടിക്കുലർ ഷിയർ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ സ്ട്രെസ് ആ ഒരു ക്രോസ് സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VU/BD ആണ്. 43.24 into 10⁻³ VU ഞാൻ ന്യൂട്ടണിലേക്ക് മാറ്റി, ഡിവൈഡ് ബൈ B1000 D150 ചെയ്ത് കഴിഞ്ഞാൽ 0.288 Nm/mm² കിട്ടും. ടോവി എക്സ്റ്റേണൽ ലോഡ് കാരണം ആ ഒരു സെക്ഷനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ വരുന്ന മാക്സിമം ഷിയർ സ്ട്രെസ്. ഓക്കെ, ഈ വാല്യൂ ടോസി മാക്സുമായിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പൊ ടോസി മാക്സ് 2.8 Nm/mm² ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ടോവി ലെസ് ദാൻ ടോസി മാക്സ്, അതുകൊണ്ട് തന്നെ സെക്ഷൻ അഡക്വേറ്റ് ആണ്, ഹെൻസ് ഓക്കെ. ഇനി ടോവി വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടോസി മാക്സ് K into ടോസി വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം ടോവി വാല്യൂ.
അപ്പൊ നമുക്ക് ടോസി വാല്യൂ ആദ്യം വേണം. അപ്പൊ പി ടി വാല്യൂ ഇസ് ഈക്വൽ ടു 100 AST ബൈ ബി ഡി. അപ്പം സപ്പോർട്ടിലുള്ള ഏരിയ ഓഫ് സ്റ്റീലാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ടോബി വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് വരുന്നത് സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ സപ്പോർട്ടിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം പി ടി എന്ന് പറയുന്നത് ആ സപ്പോർട്ട് പോർഷനിൽ വരുന്ന മാക്സിമം ഏരിയ ഓഫ് സ്റ്റീൽ ഇന്റൻസിറ്റി AST എടുത്താൽ മതി. അപ്പോൾ മാക്സിമം ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് സപ്പോർട്ടിൽ വരുന്നത് ഇവിടെ ടോപ്പ് സോണിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ആണ്, അതായത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് ആ മെഷിനേക്കാളും കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ AST എന്നുള്ള മാക്സിമം AST ആയ 327.25 ഓക്കെ MR അറ്റ് സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ഓഫ് സ്റ്റീൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ 100 ഇൻറ്റു ഏരിയ ഓഫ് സ്റ്റീൽ 327.25. കാരണം മെഷായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഈ 327.25 ആണ്. അപ്പൊ അതിന്റെ റെസിസ്റ്റൻസ് എടുക്കുമ്പോൾ ഏതാണോ കൂടുതൽ ഏരിയ ഓഫ് സ്റ്റീൽ വരുന്നത് ആ ഏരിയ ഓഫ് സ്റ്റീൽ വെച്ചിട്ടുള്ള പെർസെന്റേജ്, ആ ഒരു ക്രോസ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 327 ആണ്. അപ്പോൾ 327 എടുക്കണം. ഓക്കെ 100 ഇൻറ്റു 327.25 ഡിവൈഡ് ബൈ B1000 D150. അപ്പൊ നമ്മൾ മുന്നേ ചെയ്ത സിംപ്ലി സപ്പോർട്ട് ആണെങ്കിലും പാർഷ്യലി റിസ്ട്രെയിൻഡ് കണ്ടീഷൻ ആണെങ്കിലും അതിലെല്ലാം നമുക്ക് വരുന്നത് സെന്ററിൽ വരുന്ന ആ റീഇൻഫോഴ്സ്മെന്റ് തന്നെയാണ് മാക്സിമം ആയിട്ട് വരുന്നത്. അതായത് സപ്പോർട്ടിലേക്ക് നമ്മൾ ഫുൾ ആയിട്ടാണ് ആ റീഇൻഫോഴ്സ്മെന്റ് മെഷ് പോലെ പ്രൊവൈഡ് ചെയ്യുക. ആ ഏരിയ ഓഫ് സ്റ്റീലാണ് മാക്സിമം വരിക. എന്നാൽ ഫിക്സിന്റെ കേസിൽ മാത്രം ഈ ഒരു ചേഞ്ച് ശ്രദ്ധിക്കുക. അപ്പൊ അത് ചെയ്യുമ്പോൾ 100 AST ബൈ ബി ഡി ദാറ്റ് ഈസ് 0.218% എന്നുള്ള രീതിയിൽ കിട്ടും പി ടി. ഓക്കെ അപ്പൊ നമ്മൾ ടേബിൾ 19 നോക്കിക്കഴിഞ്ഞാൽ ടോസി എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ ഇല്ല, 0.218% കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ നമ്മൾ ഇന്റർപോലേഷൻ ചെയ്യണം. ഇന്റർപോലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാല്യൂസ് അവിടെ ടേബിളിലുള്ള നോക്കിക്കഴിഞ്ഞാൽ 0.15 കറസ്പോണ്ടിങ് ആയിട്ട് ടോസി വാല്യൂ 0.15% കറസ്പോണ്ടിങ് ആയിട്ട് ടോസി വാല്യൂ 0.28 ആണ്. അതുപോലെ 0.25 കറസ്പോണ്ടിങ് ആയിട്ട് പെർസെന്റേജിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.36 ആണ് ടോസി വാല്യൂ. അപ്പൊ നമുക്ക് വേണ്ടത് 0.218% ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോസി ആണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്കാണ് വരുന്നത്. അപ്പൊ ഞാൻ അത് മാർക്ക് ചെയ്തു. അപ്പം ടോസി വാല്യൂ 0.218% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോസി വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇതുവരെ 0.28 പ്ലസ് എക്സ് ആയിരിക്കും അല്ലെ. അപ്പൊ ടോസി ഈക്വൽ ടു 0.28 പ്ലസ് എക്സ്. എക്സ് നമുക്ക് സിമിലർ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ എക്സ് ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ്, എക്സ് ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 0.218 മൈനസ് 0.15 ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് ബൈ ഈ ഡിസ്റ്റൻസ് അല്ലെ. അപ്പം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 0.36 മൈനസ് ഇവിടെ തൊട്ട് ഇതുവരെയുള്ള 0.28 ആണ്. 0.36 മൈനസ് 0.28 ഡിവൈഡ് ബൈ 0.25 മൈനസ് 0.15. എക്സ് ചെയ്ത് കഴിഞ്ഞാൽ 0.0544 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ 8mm എടുത്തവർക്ക് ഇതിൽ വ്യത്യാസം ഉണ്ടാവാം. നിങ്ങൾക്ക് 335 അങ്ങനെ എന്തോ ആയിരുന്നു. ഓക്കെ ഞാൻ 10mm വെച്ചിട്ടുള്ളതാണ് 327. അപ്പൊ അതിനനുസരിച്ചുള്ള ചെറിയ ചേഞ്ച് ഉണ്ടാവും. എക്സ് ഈസ് ഈക്വൽ ടു 0.0544 ആണ് കിട്ടുന്നത്. അപ്പൊ ടോസി വാല്യൂ ഈസ് ഈക്വൽ ടു 0.28 പ്ലസ് 0.0544 ചെയ്ത് കഴിഞ്ഞാൽ 0.3344 ന്യൂട്ടൺ പെർ mm² എന്നുള്ള രീതിയിൽ ടോസി വാല്യൂ കിട്ടും. കെ വാല്യൂ ആ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ 175 കറസ്പോണ്ടിങ് ആയിട്ട് 1.25 ആണ്. അപ്പോൾ 1.25 ഇൻറ്റു 0.3324 ചെയ്താൽ 0.418 ന്യൂട്ടൺ പെർ mm² കിട്ടും. അപ്പൊ ടോബി വാല്യൂ നമുക്ക് 0.288 ന്യൂട്ടൺ പെർ mm² ആണ്. അപ്പോൾ 0.288 ന്യൂട്ടൺ പെർ mm² എന്നുള്ളത് 0.418 ന്യൂട്ടൺ പെർ mm² കുറവാണ്. ഓക്കെ അപ്പൊ ടോവി ലെസ് ദാൻ കെ ഇൻറ്റു ടോസി എന്നുള്ള കൺസെപ്റ്റ് നമുക്കിവിടെ ഓക്കെ ആയിട്ടുണ്ട്. അതായത് ഈ ഒരു പർട്ടിക്കുലർ സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് എക്സ്റ്റേണലി വരുന്ന ഷിയർ സ്ട്രെസ്സിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്ലാബ് ഷിയറിന്റെ കേസിൽ സേഫ് ആണെന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തി. ആൻഡ് സേഫ് ഇൻ ഷിയർ. ഓക്കെ അപ്പോൾ നമ്മൾ എല്ലാ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്തു, ഷിയറിന്റെ കേസിൽ സേഫ് ആണെന്നുള്ളതും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത്. ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആണോ എന്നുള്ളത് നോക്കുന്നതാണ്. സ്റ്റെപ്പ് 8 ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത്. LD ഡെവലപ്മെന്റ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.8705 ഇൻറ്റു 5 ഡിവൈഡ് ബൈ 4 BD എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ 10mm ബാർ ആയിരുന്നു അസ്യൂം ചെയ്തത്. അപ്പം 0.87 ഇൻറ്റു 415 ഓക്കെ സെന്ററിൽ വരുന്ന ആ മെയിൻ ബാസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. 0.87 ഇൻറ്റു 415 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 1.2 ഇൻറ്റു 1.6 ഓക്കെ. സോ BD 1.2 ആണ് ടേബിൾ പ്രകാരം. അതിന്റെ കൂടെ 60% എക്സ്ട്രാ എടുത്തു. ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 470.117 mm എന്നുള്ള രീതിയിൽ കിട്ടും LD വാല്യൂ. ഓക്കെ അപ്പം LD വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ 1.3 mm by B plus L0. ഓക്കെ
ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണം. അപ്പൊ ആദ്യത്തെ ഞാൻ L0 0 എന്നുള്ള രീതിയിൽ എടുത്തു. M1 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇവിടെ AST എടുക്കുന്നത് നമ്മളെ മിഡിലുള്ള നോർമലി ഉള്ള ഏരിയ ഓഫ് സ്റ്റീൽ ആണ്. കാരണം ബെൻഡിങ് മൊമെന്റ്, അതായത് നോർമലി ഈ സ്ലാബ് ബെൻഡ് ചെയ്യുമ്പോൾ എത്രയാണോ മാക്സിമം അതിന്റെ സെന്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കുന്ന സ്റ്റീൽ തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ M1 വാല്യൂ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ M1 വാല്യൂ ഇസ് ഈക്വൽ ടു 0.87 FY 415 AST, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് 261.79 ആണ്. ഓക്കെ, D വാല്യൂ 150 ആണ് ഇൻറ്റു 1 - AST FY by BDFC. ഓക്കെ, AST 261.79 FY 415 B1000 D 150 FCK 20. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ വാല്യൂ വരുന്നത് 13.66 kN മീറ്റർ എന്നുള്ളതാണ് M1 വാല്യൂ വരുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 1.3 M1 by V L0 0 ആക്കിയിട്ട് തന്നെ വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ 1.3 M1 by V എന്ന് പറയുന്നത് 1.3 into 13.66 into 10⁶ ഡിവൈഡ് ബൈ 43.24 into 10�3. ഇത് ന്യൂട്ടൺ MM-ലും ഇത് ന്യൂട്ടണിലും ആക്കിയതാണ്. അപ്പൊ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 410 mm ആ കിട്ടിയത്. അപ്പൊ ഇവിടെ LD 470 ആണ്. LD ചെറുതായിരിക്കണം അല്ലെ 1.3 M1 by V-നേക്കാളും, അതായത് പ്ലസ് L0 കൂടി വരുമ്പോൾ കുറവായിരിക്കണം. അപ്പൊ നമ്മൾ മുന്നേ ചെയ്ത രണ്ട് കേസിലും L0 0 കൊടുത്തപ്പോൾ തന്നെ കണ്ടീഷൻ ഓക്കെ ആയിരുന്നു. ഓക്കെ, എന്നാൽ ഇവിടെ നമ്മൾ ഒരു L0 കൂടി കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ L0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സപ്പോർട്ടിന്റെ സെന്ററിന്, ഇപ്പൊ സപ്പോർട്ട് നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. സപ്പോർട്ടിന്റെ സെന്ററിന് ആങ്കറേജ് കൊടുക്കാൻ എത്ര ഡിസ്റ്റൻസ് അവൈലബിൾ ആണെന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോർട്ടിന്റെ സെന്റർ വരെ സെന്ററിന് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് ആ സപ്പോർട്ടിന്റെ ഈ കവർ ഒഴിവാക്കിയിട്ടുള്ള പോർഷനിലേക്ക് ഇവിടെ ലെങ്ത് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ബെൻഡ് ചെയ്ത് ടോപ്പിലേക്ക് കൊടുക്കാനും അവൈലബിൾ ആയിരിക്കും അല്ലെ, ടോപ്പിലേക്ക് കൊടുക്കാനായിട്ടും പറ്റും. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ 175 ഇവിടെ ഓവറോൾ ഡെപ്ത് ഉണ്ട് ഈ ഒരു സ്ലാബിന് അല്ലെ, ഓവറോൾ ഡെപ്ത് ഉണ്ട്. അപ്പൊ 175 ടോപ്പിലും ബോട്ടത്തിലും ക്ലിയർ കവർ ആയിട്ടുള്ള 20 പോയി കഴിഞ്ഞാൽ, എഫക്റ്റീവ് കവർ ആണല്ലോ 25, അപ്പൊ ക്ലിയർ കവർ 20 ആണെങ്കിൽ ഇവിടെയും 20 പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പോർഷൻ എന്ന് പറയുന്നത് 175 20 പോയാൽ ഒരു 20 40 പോയി കഴിഞ്ഞാൽ 135 അല്ലെ, ഏകദേശം 130 ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ സെന്റർ എന്നുള്ള, അതായത് ഈ ഒരു ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 130 അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സെന്ററിന് നമ്മൾ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെയും കുറച്ച് ലെങ്ത് അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും നമുക്കൊരു 0 ഇപ്പൊ ഈ L0 0 കൊടുത്തതിന് പകരം നമുക്ക് ഒരു 100 ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഇവിടെ തന്നെ 130 135 ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും ഒരു 100 കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മാക്സിമം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എത്ര വരെ കൊടുക്കാം, ഒരു 160 ഒക്കെ പോവാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ സപ്പോർട്ടിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഏകദേശം അത്രയൊക്കെ പോവാം. സപ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഏകദേശം എത്ര വരെ കൊടുക്കാന്നുള്ളത് നോക്കാം. എന്നാൽ നമുക്ക് അത്രയും ആവശ്യമില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 470 ആണ് LD വരുന്നത്. അപ്പം ഈ വാല്യൂ കൂടുതലാവണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വാല്യൂ 410ന്റെ കൂടെ ഒരു 80 ഒക്കെ വന്നാൽ അല്ലെങ്കിൽ ഒരു 70 ഒക്കെ വന്നാൽ തന്നെ ഓക്കെയാണ്. അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാണ്, L0 എന്നുള്ള ഒരു 100 mm എന്നുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, അസ്യൂം ചെയ്യാണ്. അസ്യൂം L0 is equal to 100 mm. അപ്പൊ 1.3 M1 by V plus L0 കൊടുത്തു കഴിഞ്ഞാൽ 410 plus 100 510 ആയിട്ടുണ്ട്. അപ്പം തന്നെ LD എന്ന് പറയുന്നത് ലെസ് ദാൻ 1.3 M1 by L0. ഓക്കെ, അപ്പൊ കണ്ടീഷൻ ഓക്കെയാണ്. LD എന്ന് പറയുന്നത് 1.3 M1 by V plus L0, അതായത് L0 100 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. കാരണം അവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് 100 ഒക്കെ അസ്യൂം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടി. 470.117 mm is less than 510 mm എന്നുള്ള രീതി കിട്ടി. ഓക്കെ, അപ്പൊ അവിടെ എത്ര അവൈലബിൾ ആയിരിക്കും എന്നുള്ള നമുക്ക് അനുസരിച്ച് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാം ആങ്കറേജ് കൊടുക്കാനായിട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പം ഇനി ഇതിലും സാറ്റിസ്ഫൈ ആവാത്ത കേസ് ഉണ്ടെങ്കിൽ പ്രാക്ടിക്കലി ഞാൻ പറയുകയാണ്, എക്സാമിന് അങ്ങനെയൊന്നും വരില്ല. 90% അല്ലെങ്കിൽ 99% നിങ്ങൾക്ക് L0 0 ആക്കി കൊടുക്കുമ്പോൾ തന്നെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവാം. ഇൻ കേസ് ചെറിയൊരു ചുരുക്കേ ഇങ്ങനെ ഒരു കേസ് വരുള്ളൂ, അപ്പൊ നമുക്ക് അവൈലബിൾ ആയിരിക്കും അവിടെ ഡെപ്ത് വെച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് പ്രാക്ടിക്കലി ഇത് സാറ്റിസ്ഫൈഡ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആക്കാൻ വേണ്ടിയിട്ട് ഡയ കുറച്ചാൽ മതി വാറിന്റെ. അപ്പൊ ഡയ കുറയ്ക്കുമ്പോൾ മൊത്തം ചെയ്തതിൽ ആ സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റം വരും. അപ്പൊ അതനുസരിച്ച് വീണ്ടും റീ ചെയ്ത് വരേണ്ടി വരും. ഓക്കെ, അപ്പം ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കേസ് വന്നാൽ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ വന്നാൽ തന്നെ എന്ത് ചെയ്താൽ മതി, LD is greater than 1.3 M1 by V plus L0. Therefore, it is not okay. Okay.
to make this condition satisfied, we have to reduce the diameter of മെയിൻ ബാസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് എഴുതാം. അങ്ങനെ കൺക്ലൂഡ് ചെയ്താൽ മതി, വീണ്ടും റീഡിസൈൻ ചെയ്യാൻ പോകണ്ട. അപ്പം ജസ്റ്റ് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് അത് ചെയ്യാതെ തന്നെ, അതായത് ഡയ കുറയ്ക്കാതെ തന്നെ നമുക്ക് ഇവിടെ സാറ്റിസ്ഫൈ ആയിട്ടുണ്ട്. നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് സാറ്റിസ്ഫൈഡ് ആയി. അതുകൊണ്ട് ഹെൻസ് ഓക്കെ. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ ഈ കാര്യങ്ങളാ ചെയ്യുന്നത്. 90% വരാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ L0 കൊടുക്കേണ്ട കേസ് L0 ഇല്ലാതെ തന്നെ സേഫ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ഇങ്ങനെ നോക്കിയാൽ മതി. ആ ഡെപ്തും അതുപോലെ സപ്പോർട്ടിന്റെ സെന്റർ എന്നുള്ള അവൈലബിൾ ആയിട്ടുള്ള കവർ ഡിസ്റ്റൻസ് എല്ലാം വെച്ചിട്ട് എത്ര പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നോക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ചെറിയൊരു വാല്യൂ വ്യത്യാസം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ശരിക്കും 100 തന്നെ പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. ആ ലേശം കുറച്ചിട്ട് L0 അസ്യൂം ചെയ്താലും അവിടെ ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇവിടെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി നമുക്ക് ഇതിന്റെ ഫിഗർ വരയ്ക്കാം. ഇതിന്റെ ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ ലോഞ്ചിറ്റ്യൂണലി കട്ട് ചെയ്താൽ കാണുന്ന പോർഷൻ ആണ്. അപ്പം ഇതിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യം ഡെപ്ത് കണ്ടുപിടിച്ചിരുന്നു. അപ്പം ജസ്റ്റ് ഇതുപോലെ ഈ ഒരു റെക്ടാങ്കിൾ ആദ്യം വരച്ചു. ഓക്കെ, അതിന്റെ ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ വരച്ചു. അതിന്റെ അകത്ത് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ഡയമീറ്റർ ഇതിന്റെ ഡെപ്ത് ഞാൻ മാർക്ക് ചെയ്തു. ഓവറോൾ ഡെപ്ത് 175 mm എന്നുള്ള ഞാൻ മാർക്ക് ചെയ്തു. അതുപോലെ ഇതിന്റെ ഡയമീറ്റർ 6 മീറ്റർ ആണ്, ഇന്ന ഡയമീറ്റർ, അത് മാർക്ക് ചെയ്തു. അതുപോലെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് 3 മീറ്റർ റേഡിയസ്, എഫക്റ്റീവ് റേഡിയസ് അല്ല, ക്ലിയർ റേഡിയസ്. ഓക്കെ, ക്ലിയർ ഡയമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 മീറ്റർ. ഓക്കെ, സപ്പോർട്ടിൽ ഫിക്സ്ഡ് എൻഡ് ആണ്. അപ്പോൾ പാർഷ്യലി റിസ്ട്രെയിനിൽ കാണിച്ചതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണിക്കാം ഫിക്സ്ഡ് എൻഡ് കണ്ടീഷൻ എന്നുള്ളത്. ഇതുപോലെയാണ് ഇതിന്റെ ക്രോസ് സെക്ഷൻ, അതായത് ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ വരിക. ഡെപ്ത് കാണിക്കുക, അതിന്റെ ഡയമെൻഷൻസ് ഒക്കെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ഇതിന്റെ അകത്തേക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ മെഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ്, മെഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇപ്പം ഈ കാണുന്ന ഈ സ്ട്രെയിറ്റ് ലൈനും അതിന്റെ താഴെ വരുന്ന റീഇൻഫോഴ്സ്മെന്റ് ആണ് മെഷ്. ഈ താഴെയുള്ള ഈ സർക്കിൾ ആയിട്ട് കാണുന്നത് ബോട്ടം ലെയർ ആണ് മെഷിന്റെ. ഈ ലൈൻ ആയിട്ട് വരച്ചിരിക്കുന്നത് ടോപ്പ് ലെയർ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കറിയാം. അപ്പൊ ഈ ലൈൻ വരച്ച് അതിന്റെ താഴെ ഈ മെയിൻ ബാസ്, ഈ സർക്കിൾ ആയിട്ടുള്ള ഈ റീഇൻഫോഴ്സ്മെന്റ് ബോട്ടം ലെയറിലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് രണ്ടും ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എത്രയാണ്? 10 mm ഡയാബാസ് 300 mm സെന്റർ ടു സെന്റർ ആണ് അല്ലെ. അതായത് ഈ ടോപ്പ് ലെയറും ബോട്ടം ലെയർ സെയിം ആണ്. അപ്പൊ അത് രണ്ടും മാർക്ക് ചെയ്തിട്ട് 10 mm ഡയമീറ്റർ ബാസ് 300 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് എഴുതും. ഇനി നമ്മൾ ഈ മെഷിന്റെ മേലെയാണ് ശരിക്കും സപ്പോർട്ടിൽ സർക്കംഫറൻഷ്യൽ മൊമെന്റ് വരുന്നുണ്ടെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാറ്. എന്നാൽ ഇവിടെ സപ്പോർട്ടിൽ സർക്കംഫറൻഷ്യൽ മൊമെന്റ് 0 ആണ്. എന്നിരുന്നാലും നമ്മൾ ഒരു മിനിമം ഒരു റിംഗ് 8 mm ഒരു റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം അത് ഇതിന്റെ മേലെയായിട്ട് വരും, മെഷിന്റെ മേലെയായിട്ട് ഒരു റീഇൻഫോഴ്സ്മെന്റ് റിംഗ് ആയിട്ട് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ രണ്ട് സൈഡിലും അത് വരയ്ക്കാം. ഓക്കെ, ഇത് ഒറ്റ റിംഗ് തന്നെയാണ്. ഇങ്ങനെ കറങ്ങി വരുമ്പോൾ റൗണ്ട് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഈ സൈഡിലും നമുക്ക് അതിന്റെ സെക്ഷൻ കാണാൻ പറ്റും. അപ്പൊ അതാണ് 8 mm ഡയാ റിംഗ് എന്ന് എഴുതിയിട്ടില്ല, ഒറ്റ എണ്ണേ ഉള്ളൂ. ഓക്കെ, രണ്ട് സൈഡിൽ കാണുന്നതാണ്, ഒറ്റ റിംഗ് ആണ്. അപ്പൊ അത് മാർക്ക് ചെയ്തു. സപ്പോർട്ടിൽ വരുന്ന സർക്കംഫറൻഷ്യൽ മൊമെന്റ് 0 ആണ്. എന്നിരുന്നാൽ കൂടി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ റേഡിയൽ മൊമെന്റ് വരുന്നുണ്ട്. സപ്പോർട്ടിൽ റേഡിയൽ മൊമെന്റ് കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. കാരണം റേഡിയൽ മൊമെന്റ് നെഗറ്റീവിലാണ്. അപ്പൊ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആയതുകൊണ്ട് ടോപ്പ് സോണിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ആ റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് റേഡിയൽ ഡയറക്ഷനിൽ ടോപ്പിൽ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിന്റെ ഡീറ്റെയിലിംഗ് എഴുതാം. 10 mm ഡയമീറ്റർ ബാസ് 240 mm സെന്റർ ടു സെന്റർ ആണ്. 8 ആണ് നിങ്ങൾ അസ്യൂം ചെയ്തെങ്കിൽ അതിനനുസരിച്ച് 8 mm ഡയാ ബാസ് 150 ആണെങ്കിൽ അത്. അപ്പൊ ഞാനിവിടെ 10 mm ഡയമീറ്റർ ബാസ് 240 mm സെന്റർ ടു സെന്റർ, അതായത് ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ റീഇൻഫോഴ്സ്മെന്റ് റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് സെന്ററിന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ നോട്ട് ചെയ്യാനുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. പോയിന്റ് ഓഫ് കോൺട്രാസ്റ്റ് ഫ്രാക്ചർ എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അതായത് ആ ബെൻഡിങ് മൊമെന്റ് സൈൻ ചെയ്യുന്ന കറസ്പോണ്ടിങ് പോയിന്റ്. അപ്പം ഫിക്സ്ഡ് എൻഡ് കണ്ടീഷനിൽ പോയിന്റ് ഓഫ് കോൺട്രാസ്റ്റ് ഫ്രാക്ചർ വരുന്നത് പോയിന്റ് ഓഫ് കോൺട്രാസ്റ്റ് ഫ്രാക്ചർ ഫ്രം സെന്റർ R/√3 എന്നാണ് വരുന്നത്. R/√3 എന്ന് പറയുമ്പോൾ ഇവിടെ R 3.075 ആണ് എഫക്റ്റീവ് ആയിട്ടുള്ള റേഡിയസ് ആണ്. ഡിവൈഡ് ബൈ √3 ചെയ്ത് കഴിഞ്ഞാൽ 1.775 കിട്ടും. അപ്പം പോയിന്റ് ഓഫ് കോൺട്രാസ്റ്റ് ഫ്രാക്ചർ വരുന്നത് സെന്ററിന് 1.775 മീറ്റർ മാറിയിട്ടാണ്. അപ്പൊ സെന്റർ ഇതാണ്. സെന്ററിന് 1.775 മീറ്റർ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് വരെ വരും. രണ്ട് സൈഡിലേക്ക് ഈ ഒരു പോയിന്റ് വരെ വരും. അപ്പൊ നമ്മൾ ടോപ്പിൽ കൊടുക്കുന്ന ഈ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ഓഫ് കോൺട്രാസ്റ്റ് ഫ്രാക്ചർ കഴിഞ്ഞിട്ടും കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. ഞാൻ പാർഷ്യലി റിസ്ട്രെയിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ചും ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇടുന്ന കപ്പേൽ ചെയ്യുന്നതിന്റെ റൂളാണ്. അപ്പൊ അതനുസരിച്ച് കുറച്ചൊന്ന് എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യണം.
അപ്പൊ ഞാൻ 1.775 ഇവിടെയാണ് വരുന്നെങ്കിൽ സപ്പോർട്ടിൽ നിന്ന് ഈ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ പോയിന്റ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ്. ഓക്കെ, ഇനി ഈ റേഡിയൽ റീഇൻഫോഴ്സ്മെന്റിനെ പ്രോപ്പർ ആയിട്ട് അവിടെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഹാങ്കർ ബാസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അത് സർക്കംഫറൻഷ്യലി പ്രൊവൈഡ് ചെയ്യുക, അത് മിനിമം ബാസ് മതി. അപ്പം ആ സർക്കംഫറൻഷ്യലി പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിനെ ഹാങ്കർ ബാസ് എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ ക്ലിയർ ആയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന്റെ റെക്ടാങ്കുലർ ആയിട്ടുള്ള അതിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരച്ചു, ഓവറോൾ ഡെപ്ത് മാർക്ക് ചെയ്തു, റേഡിയസ് ക്ലിയർ റേഡിയസ് മാർക്ക് ചെയ്തു, സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് അതായത് ക്ലിയർ റേഡിയസ് ക്ലിയർ ഡയമീറ്റർ 6 മീറ്റർ, ക്ലിയർ റേഡിയസ് 3 മീറ്റർ അത് മാർക്ക് ചെയ്തു. ഓക്കെ, ഫിക്സ്ഡ് ആൻഡ് കണ്ടീഷന്റെ ഡീറ്റെയിൽസ് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ മെഷ് ആയിട്ട് കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ഒരു ലൈൻ വരച്ച് അതിന്റെ താഴെ സർക്കുലർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മെഷ് കംപ്ലീറ്റ് ആയി. അത് 10 mm ഡയമീറ്റർ ബാസ് 300 mm സെന്റർ സ്പേസിംഗ് ആണ്. അതിന്റെ മേലെ സർക്കംഫറൻഷ്യലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിംഗ് ഫിക്സ്ഡ് ആയതുകൊണ്ട് സർക്കംഫറൻഷ്യൽ മൊമെന്റ് സപ്പോർട്ടിൽ 0 ആണ്. അപ്പൊ ആ ഒരു റിംഗ് കാണിക്കുക 8 mm ഡയ റിംഗ് ആണ്. അതിന് മേലെ ടോപ്പിലേക്ക് വരുമ്പോൾ റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാവും. അപ്പൊ റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് കാണിക്കുക. ആ റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് സെന്ററിൽ നിന്ന് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്സ് വരുന്ന പോയിന്റ് എവിടെയാണോ, അപ്പൊ സപ്പോർട്ടിന് നമ്മൾ അത് വരയ്ക്കുമ്പോൾ ആ പോയിന്റിന്റെ അവിടെ നിന്ന് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അത് 10 mm ഡയമീറ്റർ ബാസ് 240 mm സെന്റർ ടു സെന്റർ. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഹാങ്കർ ബാസ് ഉണ്ടാവും, അതിനെ കറക്റ്റ് പൊസിഷനിൽ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഹാങ്കർ ബാസ് സർക്കംഫറൻഷ്യൽ ആയിട്ടാണ്. അപ്പൊ ഹാങ്കർ ബാസ് മാർക്ക് ചെയ്തു, ആ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്സ് ഇതിന്റെ അകത്ത് മാർക്ക് ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിൽ വന്നിട്ടുള്ളത്. ഇനി ബോട്ടം സെക്ഷണൽ പ്ലാൻ, ടോപ്പ് സെക്ഷണൽ പ്ലാൻ. ഇപ്പോൾ ബോട്ടം സെക്ഷണൽ പ്ലാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു ന്യൂട്രൽ ആക്സിസിന്റെ താഴെ വരുന്ന പോർഷനിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ വരുന്നതാണ് സെക്ഷണൽ പ്ലാൻ എന്ന് പറയുന്നത്. ബോട്ടം സെക്ഷണൽ പ്ലാൻ എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിന്റെ മേലോട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ടോപ്പ് എന്ന് നോക്കിയാൽ കാണുന്നതാണ് ടോപ്പ് സെക്ഷണൽ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം ബോട്ടം സെക്ഷണൽ പ്ലാനിൽ ഈ റീഇൻഫോഴ്സ്മെന്റ്സിന്റെ മൊത്തം ഡീറ്റെയിൽസ് വരിക. ടോപ്പ് സെക്ഷണൽ പ്ലാനിൽ ഈ ടോപ്പ് പോർഷനിൽ കാണുന്ന റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. അപ്പം ഞാനിവിടെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ബോട്ടം സെക്ഷണൽ പ്ലാനും റൈറ്റ് സൈഡിൽ ടോപ്പ് സെക്ഷണൽ പ്ലാനുമാണ്. അപ്പോൾ ബോട്ടത്തിൽ കാണുന്ന റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് നോക്കാം. ആദ്യം മെഷ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാവും. ഞാൻ ഇതിനെ കറക്റ്റ് ഹാഫിൽ ഡിവൈഡ് ചെയ്തിട്ട് മെഷ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ബോത്ത് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. ഓക്കെ, അപ്പൊ അത് ഉണ്ടാവും, അത് വരച്ചു. അത് 300 mm സ്പേസിംഗിലാണ് 10 mm ബാസ് 10 mm ഡയ ബാസ് 300 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് അത് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി മെഷ് ആയിട്ടുള്ള കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടത്തിൽ ഒരു റിംഗ് നമ്മൾ അസ്യൂം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, മിനിമം ആയിട്ടുള്ള ഒരു 8 mm റിംഗ്. അപ്പൊ ആ റിംഗ് കാണിക്കണം. ആ റിംഗ് ആണ് ഈ എഡ്ജിലൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എഡ്ജിലൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ റിംഗ് ആണ്. അപ്പൊ 8 mm ഡയ റിംഗ് എന്നുള്ള അവിടെ മാർക്ക് ചെയ്തു. അപ്പൊ ബോട്ടം സെക്ഷൻ പ്ലാനിലുള്ള എല്ലാ റീഇൻഫോഴ്സ്മെന്റും നമ്മളിവിടെ കൊടുക്കും, മെഷ് ആയിട്ടുള്ളതും അതുപോലെ റിംഗിന്റെ ഡീറ്റെയിൽസും ഇവിടെ കാണും. ഇനി ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാവും, അതായത് റേഡിയൽ ഡയറക്ഷനിൽ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ഉണ്ടാവും. സർക്കംഫറൻഷ്യലി ഈ റീഇൻഫോഴ്സ്മെന്റ് അതായത് ഹാങ്കർ ബാസും ഉണ്ടാവും. അപ്പൊ സർക്കംഫറൻഷ്യലി 3 ബാസ് ആണ്. 1 ഈ എഡ്ജിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് നമുക്ക് എടുക്കാം. 2, 3 അത് മാർക്ക് ചെയ്തു. അത് ഡീറ്റെയിൽസ് ഒന്നും എഴുതുന്നില്ല, ജസ്റ്റ് ഹാങ്കർ ബാസ് മാർക്ക് ചെയ്താൽ മതി. ഹാങ്കർ ബാസ് എന്നുള്ള മാർക്ക് ചെയ്തു. ഇനി റേഡിയൽ ഡയറക്ഷനിൽ എക്സ് ആക്സിസും അല്ല വൈ ആക്സിസും അല്ല, റേഡിയൽ ഡയറക്ഷനിലാണ് ഈ റീഇൻഫോഴ്സ്മെന്റ് ഉള്ളത്. അപ്പൊ റേഡിയൽ ഡയറക്ഷനിൽ റീഇൻഫോഴ്സ്മെന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, ആ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് സെന്ററിൽ നിന്ന് 1.775 എന്ന് പറയുന്ന ഈ ഒരു കറസ്പോണ്ടിങ് പോയിന്റിലാണ് വരുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ വരച്ച് കാണിച്ചിട്ടുണ്ട്. അവിടുന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് വന്നിട്ടുള്ളത്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്സറിന്റെ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സപ്പോർട്ട് എന്ന് വരയ്ക്കുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരയ്ക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഡീറ്റെയിലിംഗ് 10 mm ഡയമീറ്റർ ബാസ് 240 mm സെന്റർ. അപ്പൊ ടോപ്പിൽ വരുന്ന എല്ലാ റീഇൻഫോഴ്സ്മെന്റും കാണിച്ചു, അതിന്റെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്സർ ആ ഒരു ഡിസ്റ്റൻസും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ബോട്ടം സെക്ഷണൽ പ്ലാനും ടോപ്പ് സെക്ഷണൽ പ്ലാനും വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ സെക്ഷനും അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടം ആൻഡ് ടോപ്പ് സെക്ഷണൽ പ്ലാനും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫിക്സ്ഡ് ആയിട്ടുള്ള സർക്കുലർ സ്ലാബിന്റെ ഡിസൈനിൽ വരുന്നത്. ഓക്കെ.